ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് 3-dimensional array നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്പർ ഉപയോഗിച്ച്. സോ 3-dimensional array എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് array of arrays ആണ്. ഒരു കൂട്ടം അറേകളുടെ ഒരു അറേയാണ് 3-dimensional array. സോ 3-dimensional arrayക്കുള്ളിലുള്ള ഓരോ അറേയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു 2-dimensional മാട്രിക്സിന് അല്ലെങ്കിൽ ഒരു 2-dimensional array ആയിരിക്കും. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു 2-dimensional array ആണ് ഇവിടെ കാണുന്നത്. ഇതുപോലെയുള്ള 3 അറേ നമ്മൾ ഇതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3-dimensional array ലഭിക്കുന്നതായിരിക്കും. സോ 3-ന് പകരമായി 4ഉം 5ഉം കൊടുത്തു കഴിഞ്ഞാലും നമുക്കൊരു 3-dimensional array ലഭിക്കുന്നതായിരിക്കും. സോ ബേസിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരുപാട് അറേസിൻ്റെ ഒരു അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ 3-dimensional array എന്ന് പറയുന്നത്. സോ നമ്മളത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും ലഭിക്കുന്നത്. ഇത് ആദ്യത്തെ അറേ, ഇത് രണ്ടാമത്തെ അറേ, ഇത് മൂന്നാമത്തെ അറേ. നേരത്തെ പറഞ്ഞ പോലെ 4ഉം 5ഉം നമുക്കിതിൽ കൊടുക്കാൻ സാധിക്കും. എന്നിരുന്നാലും ഇതൊരു 3-dimensional array ആയിരിക്കും. സോ ഇതെങ്ങനെ നമുക്ക് നമ്പർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ number.array ഫംഗ്ഷൻ കൊടുത്ത ശേഷം ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ ഓരോ 3 2-dimensional array നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ജുപിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി നമ്പർ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ arr1 array1. സോ നമ്മളിവിടെ np.array എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇതിനുള്ളിൽ നമ്മൾ ആദ്യം ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ ആദ്യത്തെ മെയിൻ അറേ. ഇതിനുള്ളിലാണ് നമ്മൾ ഇനി ഒരുപാട് അറേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോ 2-dimensional arraysഉം ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നു. 3 2-dimensional arrayയാണ് നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആദ്യത്തെ 2-dimensional array നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കറിയാം 2-dimensional array ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ 2-dimensional പഠിച്ചിരുന്നു. നമ്മൾ ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ ലിസ്റ്റ് കൊടുത്തു, അതിനുള്ളിൽ നമ്മുടെ ഇന്നർ ലിസ്റ്റ് കൊടുത്തു. സോ ഇന്നർ ലിസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ 1-dimensional array ആയിരിക്കും. സോ നമ്മളിവിടെ 1 2 3 അതുപോലെ 4 5 6 അതുപോലെ 7 8 9 അതുപോലെ 10 11 12. സോ നമ്മുടെ ആദ്യത്തെ 2-dimensional array നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ നമുക്ക് 2 കൂടി ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിത് കോപ്പി ചെയ്ത് താഴോട്ട് വരുന്നു. താഴെ വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ 3 2-dimensional array ഒരു അറേക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3-dimensional array ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്തതിന് ശേഷം നമുക്ക് array1 പ്രിൻറ്റ് ചെയ്ത് നോക്കാം. array1 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 1 2 3 ആദ്യത്തെ 2-dimensional array നമുക്കിവിടെ ലഭിച്ചു. അതിനുശേഷം രണ്ടാമത്തെ 2-dimensional array ലഭിച്ചു. അതിനുശേഷം മൂന്നാമത്തെ 2-dimensional array ലഭിച്ചു. സോ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്ത ആ സംഭവമാണ് നമുക്കിവിടെ ലഭിച്ചത്. array1 array2 array3 ഓരോ 4/3 4 റോസും അതുപോലെ 3 കോളംസുമുള്ള 3 അറേ അടങ്ങിയിട്ടുള്ള ഒരു 3-dimensional array നമ്മൾ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സോ അതിനുശേഷം നമുക്കിതിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാം. arr1.ndim. സോ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് ലഭിക്കും, കാരണം ഇതൊരു 3-dimensional array ആണ്. ഇനി അതുപോലെ ഇതിൻ്റെ സൈസ് നമുക്ക് ചെക്ക് ചെയ്യാം. arr1.size എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 36 മെമ്പേഴ്സാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇനി ഉദാഹരണമായി നമുക്ക് സെയിം ഇവിടുന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത ശേഷം നമുക്ക് താഴെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് arr2 എന്ന് കൊടുക്കാം, array2. സോ ഇതിൽ നമുക്ക് ഒരു അറേ കൂടി ഇതിൽ ആഡ് ചെയ്യാം. സോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു 2 അറേ കൂടി ആഡ് ചെയ്യാം. 2 അറേ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 5 അറേസുള്ള ഒരു അറേയാണ് ക്രിയേറ്റ് ചെയ്തത്. 5 2-dimensional array ഉള്ള ഒരു അറേയാണ് ക്രിയേറ്റ് ചെയ്തത്. സോ ഇതിൽ നമുക്കിപ്പോൾ 5 അറേസ് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഇതൊരു 3-dimensional array ആയിരിക്കും. സോ നമുക്കത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. arr2. സോ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും ലഭിക്കുന്നത്. 1 2 3 4 5 5 അറേസ് ഉണ്ടായിരിക്കും. സോ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ arr2.ndim. സോ ഇതിൻ്റെ റിസൾട്ട് ലഭിച്ചത് 3 എന്നാണ്. ഇതൊരു 3-dimensional array ആണ്. അതുപോലെ നമുക്കിതിൻ്റെ സൈസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ arr2.size. സോ നമുക്ക് ഇതിൽ ടോട്ടൽ 60 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. സോ ഈ 3-dimensional array നമുക്ക് മൾട്ടി-dimension array എന്ന് വിളിക്കാം. സോ നമുക്ക് 3-dimension കൂടാതെ ഇതിൻ്റെ മുകളിലോട്ട് 4-dimensionനും 5-dimensionനും എല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ബേസിക്കലി നമുക്കത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മളൊരു 4-dimension array ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ array of 3-dimensional array അത് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിലുള്ള ഓരോ എലമെൻറ്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു 3-dimensional array ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ മുകളിലോട്ടുള്ള അറേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. 4-dimensionനും 5-dimensionനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് 3-dimension വരെ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും നമുക്ക് 4-dimensionനും അതിലുള്ള ഹയർ ഡയമെൻഷൻ അറേസ് മൾട്ടി ഡയമെൻഷണൽ അറേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
നമുക്ക് 2 എലമെൻ്റ് ഉള്ള ഒരു 3 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ arr3 എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. അതിനുശേഷം np.array നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മുടെ മെയിൻ അറേ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 2x2 മാട്രിക്സ് ആണ്, ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. സോ നമ്മൾ ആദ്യത്തെ ലിസ്റ്റ്, അതിനുള്ളിൽ നമ്മുടെ ഇന്നർ എലമെൻറ്റ്സ്, ഇന്നർ ലിസ്റ്റ് 1 2 3 4 താഴോട്ട് നമുക്ക് ഒരു തവണ കൂടി കോപ്പി ചെയ്യാം. താഴുന്നതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. റൺ ചെയ്തതിന് ശേഷം നമ്മൾ arr3 നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു രീതിയിൽ 2x2 മാട്രിക്സിൻ്റെ 2 അറേ അടങ്ങിയിട്ടുള്ള ഒരു അറേ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു 3 ഡയമെൻഷണൽ അറേ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ചെക്ക് ചെയ്യാം, എൻട്രിയും. സോ നമുക്കിവിടെ 3 എന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് എത്ര അറേ വേണമെങ്കിലും അതിനുള്ളിൽ കൊടുക്കാം. സോ എന്നിരുന്നാലും അതൊരു 3 ഡയമെൻഷണൽ അറേ ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു 3 ഡയമെൻഷണൽ അറേക്കുള്ളിൽ എത്ര 2 ഡയമെൻഷണൽ അറേ വേണമെങ്കിലും, എത്ര ഷേപ്പിലുള്ള 2 ഡയമെൻഷണൽ അറേ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്.